ഇന്ന് നമുക്ക് പെൻസിലിനൊന്ന് മോഡിഫൈ ചെയ്തെടുക്കാം. ഞാൻ അതിൽ രണ്ടെണ്ണം കാണിക്കുന്നുണ്ട്. ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഫസ്റ്റ് ഒരു ബട്ടർഫ്ലൈ വരച്ചെടുക്കുക. ഒരേപോലെ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മടക്കിയിട്ട് വരച്ചെടുക്കുക. അതാകുമ്പോൾ നമുക്ക് രണ്ട് ഭാഗവും ഒരേപോലെ കിട്ടും. ഇനി ഒന്ന് കളർ അടിച്ചെടുക്കുക. ഇനി അത് പറക്കണത് പോലെ ആക്കണ്ട. അതിൽ ചെറിയൊരു പണിയുണ്ട്. ഇതുപോലത്തെ ഒരു പീസ് പേപ്പർ എടുത്തിട്ട് അതിൻ്റെ രണ്ട് സൈഡും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇത് ചെയ്യാൻ കുറച്ച് പണിയുണ്ട്, അതുകൊണ്ട് വിട്ടു കൊടുക്കണ്ട. എന്തായാലും ചെയ്തിട്ട് പോകണം. അടിപൊളി സംഭവമാണ് കേട്ടോ. വീഡിയോ നോക്കി ചെയ്താൽ മതി. ഇനി പെൻസിലിൽ ഇതുപോലത്തെ ഒരു പേപ്പർ ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഏത് പെൻസിലാണോ എടുക്കുന്നത് അതിൻ്റെ അളവിനുള്ള ഒരു സ്ട്രോ പോലത്തെ നമുക്ക് ഉണ്ടാക്കണം. അതിലങ്ങനെ ടൈറ്റായി കിടക്കാൻ പറ്റില്ല, അങ്ങനെ നന്നായി ലൂസ് ആവണം. നമുക്ക് പെൻസിൽ പൊന്തിക്കാനും താഴ്ത്താനും പറ്റണം കേട്ടോ. ഇനി നേരത്തെ കാണിച്ച സ്റ്റെപ്പ് പോലെ രണ്ട് സൈഡൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ആ നിവർന്ന് കിടക്കുന്നത് പൂമ്പാറ്റൻ്റെ ചിറകിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇത് ഉണ്ടാക്കിയിട്ടൊക്കെ പോകുന്നത് ശരി, ബാഗിൽ ഇങ്ങനെ കുത്തിത്തിരികി വെക്കാൻ പാടില്ല, ചപ്പാത്തി ആവും. അതൊന്ന് ക്ലോസ് ചെയ്തിട്ട് ബുക്കിൻ്റെ ഇടയിൽ എന്തിലെങ്കിലും ഒന്ന് വെച്ചാൽ മതി കേട്ടോ. ഇനി അടുത്തത് ഉണ്ടാക്കാൻ പോണത് ഭയങ്കര സിമ്പിളാണ്. ഒരു ഗ്ലിറ്റർ പേപ്പറിൻ്റെ ആവശ്യം മാത്രമേ നമുക്കുള്ളൂ കേട്ടോ. പെൻസിൽ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ടേപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി രണ്ട് ഹാർട്ട് കട്ട് ചെയ്തെടുക്കുക, അതൊന്ന് ഒരുമിച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ചെറിയൊരു പീസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഹാർട്ടില്ലേ, അത് ഇതിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. സംഭവം ഇത്രേ ഉള്ളൂ. ഞാൻ ആദ്യം ആ ബട്ടർഫ്ലൈൻ്റെ മാത്രം ഇടാന്നാണ് വിചാരിച്ചത്. പിന്നെ ഒന്ന് മാത്രം ആക്കണ്ട, രണ്ടെണ്ണം ഇരിക്കട്ടെ വിചാരിച്ചു. ഒരു ബോയും കൂടി സെറ്റാക്കി അതിലൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ റെഡിയായി. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ബട്ടർഫ്ലൈൻ്റെ ആണ്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും മറക്കണ്ട.